ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐഡിയ ആയിട്ടാണ്. ഏതൊരു ഒക്കേഷനിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒറിജിനൽ വെല്ലുന്ന അടിപൊളിയായിട്ടാണ്. അപ്പം അതിനായിട്ട് ഒറിജിനൽ വെല്ലുന്നൊരു അടിപൊളിയായിട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അതിനായിട്ട് തെർമോക്കോൾ പീസാണ് എടുത്തിട്ടുള്ളത്. ഈ പീസിൽ നിന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് പ്ലേറ്റ് വെച്ചിട്ടാണ് ഒന്ന് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ 4 പീസ് വേണം കേട്ടോ. ഈ ഒരളവിൽ 4 പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സൈസിൻ്റെ തൊട്ട് ചെറുത് വേണം കേട്ടോ. അതും ഇതേപോലെ 4 പീസ്, ഇതേപോലെ തന്നെ പ്ലേറ്റോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പോ വെച്ചിട്ട് ഇതേപോലെ 4 പീസും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് ചെറുതും കൂടി വേണം കേട്ടോ. അതും ഇതേപോലെ പ്ലേറ്റോ അല്ലെങ്കിൽ അടപ്പോ വെച്ചിട്ട് ഇതിൻ്റെ തൊട്ട് ചെറുതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ ഇത് എന്താ ചെയ്യുന്നത്? അപ്പോൾ ആർക്കെങ്കിലും ഓടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ്. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഒട്ടാനായിട്ട്. അപ്പം ഞാനിതാ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ആദ്യം ആ 4 സൈസ് ഒട്ടിച്ചെടുക്കുക, എന്നിട്ട് മറ്റേ 4 സൈസ്, പിന്നെ മറ്റേ 4 സൈസ്, അങ്ങനെ 3 സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, 4 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടിക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിതാ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചപ്പോൾ കുറച്ച് ടൈം എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റിയിട്ട് ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഗൺ എടുത്തതാണ്. ഇതേപോലെ 2 ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഈ ഒരു ഷേപ്പ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മളൊരു കേക്കാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ കേക്ക് റെഡിയാക്കുന്നത് ക്രിസ്മസിൻ്റെ ആ തീമിലാട്ടോ റെഡിയാക്കുന്നത്. ക്രിസ്മസ് ഒക്കെ വരാറായില്ലേ, അപ്പോൾ ആ ഒരു തീമിലാട്ടോ ചെയ്യുന്നത്. ഒറിജിനലിനെക്കാട്ടിയും അടിപൊളി ലുക്കാണ് കേട്ടോ. കണ്ടാൽ ഒറിജിനലാണെന്ന് തന്നെ തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ഫൈനൽ ലുക്ക് കിട്ടുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാ കേക്ക് ആകുമ്പോൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യില്ലേ, അതേപോലെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം ഷീറ്റാട്ടോ എടുക്കുന്നത്. ഈ ഫോം ഷീറ്റ് നമ്മളതാ ഓരോ സൈസിനനുസരിച്ചും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓരോ ലെയറിൻ്റെ ആ സൈസിനെക്കാട്ടിയും 1 ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ടാട്ടോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതാ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അതൊന്ന് അളന്ന് നോക്കിയാൽ മതി കേട്ടോ, എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഫോം ഷീറ്റും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു അളവ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും റൗണ്ട് കട്ട് ചെയ്യുന്നതും ഓരോ സൈസിലായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുക്കുന്നത് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഓരോ ലെയറിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് നോക്കാം കേട്ടോ. വെച്ച് നോക്കിയതിന് ശേഷം മാത്രം ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ആണോ വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറയ്ക്കണമെങ്കിൽ അത് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ആട്ടോ വേണ്ടത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ തെർമോക്കോൾ കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ കോട്ടൺ എടുത്തിട്ട് അതൊന്ന് പിച്ചിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ട് പിച്ചി അതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തെർമോക്കോൾ കാണുന്ന ആ ഭാഗത്തും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ തന്നെ അടിപൊളി ലുക്കില്ലേ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലുള്ളൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഗിൽറ്റഡ് ഫോം ഷീറ്റാട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ കേക്കിൻ്റെ ക്രീമൊക്കെ ഇങ്ങനെ ഒലിച്ച് വരുന്ന ആ ഒരു ലുക്കില്ലേ, അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതും വലുതായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിക്കും മനസ്സിലാവും കേട്ടോ ഏതൊരു ഷേപ്പിലാണ് വരച്ചിട്ടുള്ളതെന്ന്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ ഫോം ഷീറ്റിൽ സ്റ്റിക്കറുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ആ മുകളിൽ ആ ലെയറിന് മാത്രം ഒട്ടിക്കുന്നുള്ളൂ. ഇനി താഴെ രണ്ടിനും ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാനിതപ്പോൾ മുകളിലെ ലെയറിന് മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ റെഡ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് തീമിലല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ റെഡ് ഫോം ഷീറ്റ് എടുത്തത്. ഏതൊരു തീമായാലും അതിനനുസരിച്ച് നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തെർമോക്കോൾ ബോൾസ് ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് കളറായിരുന്നു കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ അക്രിലിക് പെയിൻ്റ് ഒന്ന് അതിൽ
ഒന്ന് കളർ കൊടുത്തിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് അക്രിലിക് പെയിൻറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ ഇതൊന്ന് ഈ ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ തന്നെ കളർ പിടിച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ല, തെർമോക്കോൾ ബോൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തെർമോക്കോളിൻ്റെ പീസ് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിച്ച് കൊടുത്താൽ ചെറിയ ചെറിയ പീസുകൾ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ചെറിയ തന്നെ തെർമോക്കോൾ ബോൾസ് കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചാലും മതിയേ. എന്നിട്ട് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത്. നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ ബബിൾസ് പോലത്തെ ഒക്കെ കാണാറില്ലേ? അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്ത് കൊടുക്കാട്ടോ. ഒരു ഐഡിയ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് അതേപോലെ ചെയ്ത് കൊടുക്കാട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു കേക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ താഴെ കേക്കിൻ്റെ ബോർഡ് ഉണ്ടാവില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു തെർമോക്കോൾ പീസ് എടുത്തിട്ട് ഈ കേക്കിനെ ആ പീസിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് ആ ഒരു കേക്കിനെക്കാട്ടി കുറച്ചൊരു വലുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അതേപോലെ റൗണ്ട് വരച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ടൊന്നും വരയ്ക്കുന്നില്ല, ഇതേപോലെ ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ബോൾസ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. ആ കേക്ക് ഇതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബോൾസൊക്കെ ഒന്ന് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബോൾസൊക്കെ വെക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ കൂട്ടിയും കുറച്ച് ബോൾസ് കുറച്ച് വേണമെങ്കിൽ കുറച്ച് വെക്കുക, കൂട്ടിയിട്ടാണെങ്കിൽ കൂട്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ വൈറ്റ് തെർമോക്കോൾ പീസോ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കളർ കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ വേറൊരു തീമിലാണ് ചെയ്യുന്നതെങ്കിലും ഇതേപോലെ ഒന്ന് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ കളർ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെ മാലകളൊക്കെ പൊട്ടിയ മുത്തുകളുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ ആ ഒരു ലുക്ക് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് തെർമോക്കോൾ ബോൾസ് തന്നെ എടുക്കാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ചെറിയ ബോൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതാകുമ്പോൾ ഒന്നുകൂടി ലുക്ക് ഉണ്ടാവും കേട്ടോ. ചെറിയ ബോൾസ് അല്ലേ നമ്മളെ കേക്കിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതാകുമ്പോൾ ഒന്നുകൂടി ലുക്ക് ഉണ്ടാവും. അത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി നമ്മളിതാ ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ കുറച്ചിതാ ക്രിസ്മസ് ട്രീ വരച്ചെടുക്കുന്നുണ്ട്. അതും ഫോം ഷീറ്റിൽ തന്നെ വരച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വരയ്ക്കാൻ സിമ്പിളാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊക്കെ ഒന്ന് വരച്ചെടുത്താൽ, ആദ്യം ഒന്ന് വരച്ചാൽ നമുക്കൊരു ട്രീ ലുക്ക് തോന്നിയാൽ അതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫോം ഷീറ്റിൽ ഇതേപോലെ ഞാൻ ഗിൽറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതും സ്റ്റിക്കർ ടൈപ്പാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിൽ കുത്തി നിൽക്കാനായിട്ട് ഞാനിത് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ടൂത്ത് പിക്കിന് നമ്മുടെ കയ്യിലുള്ള ഫോം ഷീറ്റ് കുറച്ചൊന്ന് ഇതേപോലെ സ്റ്റിക്കറൊന്ന് അടത്തിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ കുറച്ച് ട്രീസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ കുഞ്ഞു സാൻഡ, അതേപോലെ നിങ്ങൾക്ക് ക്രിസ്മസ് തീമിൽ എന്താണോ വരയ്ക്കാൻ അറിയാം അത് ഏതാണോ അത് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ചുകൂടി സാൻഡയൊക്കെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് സാധാ A4 ഷീറ്റിൽ തന്നെ കേട്ടോ. എന്നിട്ട് നമുക്ക് കളർ കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ലുക്ക് തന്നെ കിട്ടും കേട്ടോ. ഇതെല്ലാം ഞാനൊന്ന് സ്പീഡ് കൂട്ടിയിട്ടാട്ടോ കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സ്പീഡ് കുറച്ച് കാണിക്കുമ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആയിപ്പോൾ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ സാൻഡൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ എപ്പോഴേക്കാൾ വീഡിയോ ഇടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വീക്ക്ലി 1 ടൈം ആണ് ഇടുന്നത്. അത് ചൊവ്വാഴ്ചയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഷോർട്സ് വീഡിയോ ഇടാറുണ്ട്. അത് ഏത് ഡേ ആണെന്നൊന്നുമില്ല, ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫെല്ല ക്രിയേഷൻ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണും കേട്ടോ. ഇനി ഞാനിതാ നമ്മളെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ബോക്സ് പോലെയൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെതാ ഒരു തെർമോക്കോൾ പീസ് എടുത്തിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ബോക്സിൻ്റെ മാതിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു സാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫൈനൽ കാണാൻ നല്ല കിട്ടു ലുക്ക് എന്ന് വെച്ചാൽ കിട്ടു ലുക്ക്. നമുക്ക് ഇതേപോലെ പിക്ചേഴ്സ് സാൻഡേണ്ടതോ അല്ലെങ്കിൽ എന്താ പറയുക ട്രീയോ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.